ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചൂട അല്ലെങ്കിൽ കൊഴുവ ഇതുകൊണ്ട് രുചികരമായിട്ട് എങ്ങനെയാണ് പീര വറ്റിക്കുക എന്ന് നോക്കാം. അങ്ങനെ കഴുകി വെച്ച കൊഴുവ ഞാൻ കുറച്ച് നേരം പുളിവെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഈ പുളിവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കാം. ഒരു അരമുറി തേങ്ങ നന്നായി ചതച്ചത്, പിന്നെ അതിലേക്ക് വേണ്ട ജീരകം അതൊരു ടീസ്പൂൺ, അതും ചതച്ചതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്, അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ വേണ്ടത് വെളുത്തുള്ളി, അതും ഇതുപോലെ തന്നെ നീളത്തിലരിയണം കേട്ടോ. പിന്നെ ഒരു കൈപ്പിടിയോളം ചുവന്നുള്ളി, അതും ഇതുപോലെ നീളത്തിലരിയണേ. അങ്ങനെ എല്ലാം കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം മിക്സ് ചെയ്ത് വയ്ക്കുക. ഉപ്പ് ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിലേക്ക് കുടംപുളിയാണ് കേട്ടോ. അതൊരു 4-5 അല്ലി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായി തിരുമ്പി പിടിച്ച് വെച്ചതിന് ശേഷം പുളിവെള്ളത്തിലിട്ട് വെച്ച നമ്മുടെ കൊഴുവല്ലേ അതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി നന്നായി തിരുമ്പി പിടിപ്പിക്കുക. മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടി ഒരു അരമണിക്കൂർ നേരം ഇത് വെക്കുക കേട്ടോ. പിന്നെ അടുപ്പത്ത് വയ്ക്കുക. അടുപ്പത്ത് വെച്ചതിന് ശേഷം ആവിയിൽ വേവിക്കണം. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൊഴുവ ഒന്ന് വെന്ത് നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇത് വല്ലാതെ ഇളക്കാൻ പാടില്ല കേട്ടോ. ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് ആകെ ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷമാണ് ഇത് ഇളക്കി ഇങ്ങനെ എടുക്കുക. ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ലാസ്റ്റ് ഭാഗമായ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും ഇടുക. പരിപാടി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പീര വറ്റിച്ചത് ഇതാ റെഡിയായിരിക്കുന്നു. ചോറിനൊക്കെ കൂട്ടാനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ് കേട്ടോ.